ആർട്ടിക് സർക്കിൾ ഇന്ത്യ ഫോറത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം വളരെയധികം വാർത്തയായി. എന്ന് വെച്ചാൽ ഉപദേശകരെ അല്ല ഇന്ത്യ തേടുന്നത്, മറിച്ച് പങ്കാളികളെയാണ് എന്നാണ് അദ്ദേഹം അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അവിടെ യൂറോപ്പിൽ നിന്ന് എന്താണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം പൊതുവെ അദ്ദേഹം യൂറോപ്പ് എന്ന് എടുത്തു പറയുന്നതിലുപരിയായിട്ട് മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞു, പൊതുവെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഉപദേശകരെ അല്ല, ഇന്ത്യ തേടുന്നത് പങ്കാളികളെയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളിവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുമ്പോൾ 2-3 കാര്യങ്ങൾ അതിൽ ആഴത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ചില നേതാക്കൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, അല്ലെങ്കിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളുടെ നിലപാടുകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പക്ഷെ പരോക്ഷമായിട്ട് റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളോടുകൂടി തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെ യൂറോപ്യൻ യൂണിയന്റെ ഒരു നേതാവ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണം, യുദ്ധത്തിലേക്ക് പോകരുത് എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരു നേതാവാണ് ഇക്കാര്യം പറഞ്ഞത്. ഇത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ വളരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കാനൊക്കെ കാരണമായി. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ആശങ്കാജനകമാണ്. സ്ഥിതിഗതികൾ ലഘൂകരിക്കുന്നതിന് ഇരുവിഭാഗവും സംയമനം പാലിക്കാനും സംഭാഷണം തുടരാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സംഘർഷം ആരെയും സഹായിക്കില്ല. ഈ സന്ദേശങ്ങൾ അറിയിക്കാൻ ഞാൻ ഇന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചു. അവരുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് യൂറോപ്യൻ യൂണിയന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കയ കാലസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇവരെടുത്ത നിലപാട്, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കകാലത്ത് ഇവരെടുത്ത നിലപാട്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രത്യേകിച്ച് യൂറോപ്പിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ പറയുന്ന നിലപാടൊന്നും, മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അവർ പറയുന്ന നിലപാട് മറ്റൊന്നുമാണ്. അപ്പോൾ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ റഷ്യ നടത്തിയ അധിനിവേശത്തെ അതേ നാണയത്തിൽ നേരിടാൻ അവർ തീരുമാനിക്കുന്നു. യുക്രൈൻ ആയുധം കൊടുക്കുന്നു, യുദ്ധം ചെയ്യുന്നു. എന്നാൽ ഇന്ത്യയുടെ ഒരു പ്രശ്നം വരുമ്പോൾ ഇന്ത്യ സംയമനം പാലിക്കണം, നമ്മളെല്ലാം സഹിച്ചിരിക്കണം. അതാണ് പണ്ട് എസ് ജയശങ്കർ പറഞ്ഞത്, യൂറോപ്പിന്റെ പ്രശ്നങ്ങളെ മൊത്തം ലോകത്തിന്റെ പ്രശ്നങ്ങളാക്കി മാറ്റാൻ നോക്കും, എന്നാൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തങ്ങളുടേതല്ല എന്ന ഒരു മനോഭാവമാണ്. യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് ഇന്ത്യ വളരെ മുമ്പേ തന്നെ തുറന്നു കാട്ടിയതാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഇങ്ങോട്ട് ആരും ഉപദേശിക്കാൻ വരേണ്ട കാര്യമില്ല, നമുക്ക് ഉപദേശകരുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പങ്കാളികളെ ആവശ്യമുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പങ്കാളിത്തമാകാം, സൗഹൃദമാകാം, അല്ലാതെ ഉപദേശിക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. പക്ഷെ അത് യൂറോപ്യൻ യൂണിയനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ഇപ്പോൾ റഷ്യ ആയാലും അല്ലെങ്കിൽ അമേരിക്ക ആയാലും ഏത് രാജ്യമെടുത്താലും ഉപദേശത്തിനായിട്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല, ഒന്നാമത്. 2, ഇന്ത്യ ഇവരുടെ ആരുടെയും സഹായം വേറെ രീതിയിൽ ചോദിക്കുന്നുമില്ല. ന്യായമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഇന്ത്യ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പോൾ ഇസ്രായേലിൽ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശം ഇസ്രായേലിനുണ്ടെന്ന് ഇന്ത്യ പറഞ്ഞു. കാരണം അവരുടെ ജനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലം മറ്റൊന്നാണ്. റഷ്യയാണ് അങ്ങോട്ട് അധിനിവേശം നടത്തിയത്. പക്ഷേ റഷ്യ പറയുന്ന പോലെ അതിനെ അവരെ ഫോഴ്സ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തു. യുദ്ധം പരിഹാരമല്ല, ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്, യുദ്ധം ഒരു പരിഹാരമല്ല ഈ വിഷയത്തിൽ എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ എടുത്തു. അതിന്റെ കാരണം യുക്രൈൻ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടല്ല റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നത്, അതൊരു അധിനിവേശം തന്നെയായിരുന്നു. യുക്രൈൻ നാറ്റോയിൽ പോകും എന്ന് വന്നപ്പോഴാണ് ആ സമയത്ത് റഷ്യക്ക് അത് ചെയ്യേണ്ടി വന്നത്. പക്ഷെ എങ്കിൽ പോലും അധിനിവേശം തന്നെയാണ്. അവിടെ ഇന്ത്യയുടെ നിലപാട് ഡിഫറൻ്റ് ആയിരുന്നു. ഇപ്പൊ ഇന്ത്യയിൽ നടന്ന എന്താണ്? ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ കുറെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തു വിടുന്നു. ആ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ ആക്രമിക്കുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ഇസ്രായേൽ ഹമാസ് ആ ഒരു വിഷയം പോലെ തന്നെ ബന്ധപ്പെട്ട് അതിനോട് സാദൃശ്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇവിടെ നമുക്ക് ഉപദേശം കൊണ്ട് വരണ്ട. കാരണം നമ്മൾ ഇരകളായിരിക്കുകയാണ്, ഭീകരവാദത്തിന്റെ ഇരയായിട്ട് നിൽക്കുകയാണ് ഇന്ത്യ. നമ്മൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഭീകരവാദികളാൽ. ആ സമയത്ത് അവർക്കൊരു മറുപടി കൊടുക്കുക, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും, അതിപ്പോൾ പാകിസ്ഥാൻ ആണെങ്കിൽ പാകിസ്ഥാൻ, അവർക്കൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉത്തരവാദിത്വം. ആ ഒരു ഇന്ത്യയുടെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ ഉപദേശം ഇങ്ങോട്ട് വേണ്ട. അതാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് യൂറോപ്പിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിനാണെങ്കിലും ഇത് റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ്. ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞങ്ങൾ തേടുന്നത് പങ്കാളികളെയാണ്, ഉപദേശകരെ അല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.